മിഡ് ടൈം എക്സാം നമ്മുടെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പം 9ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം പുതിയ പുസ്തകമാണ്, നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് മിസ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കേണ്ടത് എക്സാമിന്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ എഴുതുന്നത്, അല്ലെ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ അറിയാം, ഇതെല്ലാം കൂടെ എക്സാമിന് എഴുതേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊന്നും അറിയത്തില്ലായിരിക്കാം. അപ്പോൾ ഏതൊക്കെ പോയിന്റ് ഇനി പഠിക്കണം, മിഡ് ടൈം എക്സാം തൊട്ടടുത്ത് എത്തിയില്ലേ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഏതൊക്കെ പോയിന്റ്സ് ആണ് നിങ്ങൾ എഴുതുന്നത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക, എല്ലാ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് പഠിക്കുക. കാരണം നിർബന്ധമായിട്ടും 100% ഉറപ്പായിട്ടും പഠിക്കേണ്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, യെസ്, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് നോക്കാം. പ്രാചീന ശിലായുഗത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയാണ്. വാട്ട് ആർ കോർ ആൻഡ് ഫ്ലേക്സ്? കോർ ആൻഡ് ഫ്ലേക്സ് അല്ലെ, മാതൃശിലയും കൽച്ചീളുകളും എന്ന് പറഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പാലിയോലിത്തിക് ഏജ്? പാലിയോലിത്തിക് ഏജിന്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ എന്താണ്? ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ആൻസർ എങ്ങനെ എഴുതണം, ഏതൊക്കെ പോയിന്റ്സ് ആണ് എക്സാമിന് എഴുതേണ്ടത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം, വാട്ട് ആർ കോർ ആൻഡ് ഫ്ലേക്സ്? വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു കല്ലിനെ എടുത്ത് എന്ത് ചെയ്തു, അതിനെ രണ്ട് കഷ്ണമായിട്ട്, രണ്ടോ അതിലധികമോ കഷ്ണങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തെങ്കിൽ എല്ലാ കഷ്ണങ്ങളും ഒരുപോലെയാണോ കിട്ടുന്നത്? അല്ല, ചെറുത് വലുതായിരിക്കും, ചെറുതായിരിക്കും ചെറുതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തിട്ട് ഒരു കല്ലിനെ വിവിധ കഷ്ണങ്ങളാക്കുമ്പോൾ അതിലെ വലിയ പീസിനാണ് കോർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. മാതൃശില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്ലിനെ എടുത്ത് നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ പല പീസുകൾ ഇടും, അതിലെ ബിഗ്ഗസ്റ്റ് അല്ല ഏറ്റവും വലുതിനാണ് കോർ, ദ ലാർജസ്റ്റ് പീസിനാണ് കോർ എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി ഓർത്തിരുന്നത്, കോർ വെച്ച് ഉപയോഗിക്കുന്ന ടൂൾസിനെയാണ്, അല്ലെ, അത് വെച്ച് മേക്ക് ചെയ്യുന്ന ടൂൾസിനെയാണ് കോർ ടൂൾസ് എന്ന് നമ്മൾ പറയുന്നത്. എന്താണ് കോർ ടൂൾസ് എന്ന് പറയുന്നത്? മാതൃശില എന്ന് പറയുന്നു. അത് വെച്ച് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ മാതൃശില ഉപകരണങ്ങൾ എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ എന്താണ് ഫ്ലേക്സ്? ഫ്ലേക്സ് എന്ന് വെച്ചാൽ ബിഗ് പീസ് പോയി, അപ്പോൾ ബാക്കി വരുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങൾ. ഇതിന് സ്മോൾ പീസിനെയാണ്, സ്മോളർ പീസസിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, ഫ്ലേക്സ് അല്ലെങ്കിൽ കൽച്ചീളുകൾ എന്ന് പറയുന്നു. അത് വെച്ച് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഉപകരണങ്ങൾ എന്തെന്ന് പറയുന്നു, ഫ്ലേക്ക് ടൂൾസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണ്. വാട്ട് ഡസ് ദ ടേം ചാലിയോലിത്തിക് റെഫേഴ്സ് ടു? ചാലിയോലിത്തിക് എന്ന പദം കൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത്? ഓക്കെ, സ്റ്റോൺ ആൻഡ് അയൺ ഏജ് ആണോ, ബ്രോൺസ് ആൻഡ് അയൺ ഏജ് ആണോ, വെങ്കലം ഇരുമ്പ് യുഗമാണോ, കോപ്പർ ആൻഡ് സ്റ്റോൺ ഏജ് ആണോ, മെറ്റൽ ആൻഡ് സ്റ്റോൺ ഏജ് ആണോ, ലോഹയുഗവും ശിലായുഗവുമാണോ? ഓക്കെ, ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം ഈ ചാപ്റ്റർ എത്ര പേര് പഠിച്ചിട്ടുണ്ട് ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതായിരുന്നു ഫീച്ചേഴ്സ് ഓഫ് പാലിയോലിത്തിക് ഏജ്. പാലിയോലിത്തിക് ഏജിൻ്റെ ഫീച്ചേഴ്സ് എക്സാമിന് ചോദിക്കും. ഓക്കെ, അപ്പോൾ നോക്കാം, നമുക്ക് ഇവിടെ പോയിന്റ്സ് കിടപ്പുണ്ട്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു 4 പോയിന്റ് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, എത്ര പോയിന്റ്? നിർബന്ധമായിട്ട് ഒരു 4 പോയിന്റെങ്കിലും പഠിച്ചു വെക്കുക. യെസ്, അപ്പോൾ ഒന്നാമത്തെ യൂസ് ഓഫ് റഫ് സ്റ്റോൺ ടൂൾസ്. എന്താണ്? റഫ് സ്റ്റോൺ ടൂൾസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പരുക്കൻ കല്ലുകളാണ് എന്ത് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ദെൻ രണ്ടാമത്തെ എന്താണ്? പ്രാചീന ചുകാലത്ത് പാലിയോലിത്തിക് ഏജിൽ ഇവർ എവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്? ഗുഹകളിലാണ്, അല്ലെ, ഗുഹകളിലും അല്ലെങ്കിൽ തുറസായ സ്ഥലങ്ങൾ, വീടൊന്നും വെച്ച് സെറ്റിൽ ആയിട്ടില്ല. അപ്പോൾ ലിവ്ഡ് ഇൻ കേവ്സ് ആൻഡ് ഓപ്പൺ സ്പേസസിലും ഗുഹകളിലുമാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. ഇനി എന്തായിരുന്നു ഇവരുടെ ജീവിത മാർഗം എന്ന് പറഞ്ഞാൽ? ഹണ്ടിങ് ആൻഡ് ഗാദറിങ് ആയിരുന്നു, അല്ലെ. എന്താ ചെയ്തത്? മൃഗങ്ങളെ വേട്ടയാടുകയും അതുപോലെ എന്ത് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഇവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇനി അതിൽ തന്നെ വരുന്നുണ്ട്, ആരാണ് മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്ന? ആരാണ്? പുരുഷന്മാരാണ്. സ്ത്രീകളാണ് എന്ത് ചെയ്തത്? ഈ ഗ്യാദറിങ്, ശേഖരണം തുടങ്ങിയ കാര്യങ്ങൾ സ്ത്രീകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഇവരൊരു ഗ്രൂപ്പായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. ആ ഗ്രൂപ്പിനെ എന്താണ്? ബാൻഡുകൾ എന്നാണ് നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത്. ഒരു ഗ്രൂപ്പായിട്ടാണ് ഇവർ നടന്നുകൊണ്ടിരുന്നത്. ആ ഗ്രൂപ്പിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു എന്നാണ് പറഞ്ഞാൽ? ബാൻഡുകൾ എന്നാണ് നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത്. ദെൻ ഫുഡ് വാസ് നോട്ട് സ്റ്റോർഡ്, അല്ലെ, ഇവർ ഫുഡൊന്നും പ്രത്യേകം സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. ഇന്നത്തെ പോലെ എന്ത് ചെയ്യുന്നില്ല, ഫ്രിഡ്ജിലൊന്നും സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. എന്ത് ചെയ്യുന്നു? അതായത് മൃഗങ്ങളെ വേട്ടയാടുന്നു, കഴിക്കുന്നു. അതായത് ഫുഡ് വാസ് നോട്ട് സ്റ്റോർഡ് ആൻഡ് നൊമാഡിക് ലൈഫിൽ ഒരു നാടോടി ജീവിതമാണ് ഇവർ നയിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് പാലിയോലിത്തിക് ഏജ് ചോദിച്ചാൽ ഒരു 4 പോയിന്റ് എഴുതാനായിട്ട് ഒരു 4 പോയിന്റ് എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഓക്കെ, എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. പാലിയോലിത്തിക് ഏജ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യും? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെസോലിത്തിക് ഏജ്? മെസോലിത്തിക് ഏജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് ചോദിക്കും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 4-5 പോയിന്റേ ഉള്ളൂ. ഇതിലും ഒരു 4 പോയിന്റ് പഠിച്ചു വെക്കണം. ഓക്കെ, മെസോലിത്തിക് ഏജിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഒന്നാമത്തെ കാര്യം എന്താ? വെരി സ്മോൾ സ്റ്റോൺ ടൂൾസ്, അല്ലെ, സ്മോൾ ആയിട്ടുള്ള സ്റ്റോൺസ് ആണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിന് എന്താ പറയുക? മൈക്രോലിറ്റ്സ് എന്നാണ് പറയുന്നത്, അല്ലേ. അപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മൈക്രോലിറ്റ്സ്.
ഇവർ ഉപയോഗിച്ചിരുന്നത് സ്മോൾ സ്റ്റോൺ ടൂൾസ് ആണ്. അതിനെ നമ്മൾ മൈക്രോലിത്സ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, എന്താണ് മൈക്രോലിത്സ്? ഓക്കെ, മൈക്രോലിത്തുകൾ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എന്താണ് ചെയ്തത്? വേട്ടയാടലുണ്ടായിരുന്നു, അതുപോലെ മൃഗങ്ങളെ ഇണക്കി വളർത്തുന്നുണ്ടായിരുന്നു. ആ കൂടെ എന്ത് ചെയ്തു? ഫിഷിംഗ്. മെസോലിത്തിക് ഏജിൽ അവർ എന്തിലോട്ട് കടന്നു എന്നാണ് നമ്മൾ കാണുന്നത്? അവർ ലൈവ്ലിഹുഡിന് വേണ്ടി ഫിഷിങ്ങിലോട്ടും കൂടെ കടന്നിരുന്നു. ഓക്കെ, മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങിയതും ഈ ഒരു കാലഘട്ടത്തിലാണ്. ദെൻ ഡിവിഷൻ ഓഫ് ലേബർ ബേസ്ഡ് ഓൺ ജെൻഡർ, അല്ലെ? എന്തിന്ന് സ്ത്രീയാണോ പുരുഷനാണോ? അപ്പോൾ സ്ത്രീ ഇന്ന ജോലികൾ ചെയ്യുക, പുരുഷൻ ഇന്ന ജോലികൾ ചെയ്യുക. അങ്ങനെ ഒരു ഡിവിഷൻ തന്നെ വരുന്നത് എവിടെയാണ്? മെസോലിത്തിക് ഏജിലാണ്. പിന്നെ എന്താണ്? ഇവർ അമ്യൂസ്മെന്റ്, വിനോദ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നു. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. അവർ വിനോദ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്നു. അപ്പോൾ അവർ മീൻ പിടിക്കാൻ പോയിരുന്നു. മീൻ പിടിക്കാൻ പോയത് പുരുഷന്മാരെന്നവർക്ക് ചെയ്ത് മീൻ കറി വെക്കുന്നവരെ സ്ത്രീകൾ. അപ്പോൾ എന്ത് ചെയ്തു? ചെയ്യുന്ന ജോലികൾക്ക് ഒരു ഡിവിഷൻ വന്നു, സ്ത്രീകളും പുരുഷന്മാരും ഡിവിഷൻ വന്നു. പിന്നെ എന്താ? മൈക്രോലിത്സ് ടൂൾസ് ആണ് ഇവർ ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ സ്മോൾ ടൂൾസ് ആണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അത് സെറ്റാണല്ലോ, അത് സെറ്റാണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Neolithic age. What are the factors that led human to agriculture and domestication of animals? Neolithic age തന്നെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ട് കാര്യങ്ങളാണ്. അഗ്രികൾച്ചറിലോട്ട് കടന്ന് കൃഷിയിലോട്ട് നമ്മൾ കിടക്കുന്ന ഏതാണ്? അഗ്രികൾച്ചറിലോട്ട് കിടക്കുന്നത് ഈ പറയുന്ന നിയോലിത്തിക് ഏജിലാണ്. ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങിയതും ഏതാണ്? ഈ പറയുന്ന നിയോലിത്തിക് ഏജിലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. അങ്ങനെയെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിലേക്ക് അവരെ നയിച്ചതെന്നാണ് എക്സാമിന് ചോദിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു 4 പോയിന്റുകൾ, 4 എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ കാര്യം, പോപ്പുലേഷൻ ഗ്രോത്ത്, ജനസംഖ്യ വർദ്ധിച്ചു തുടങ്ങി, അല്ലേ? ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു? ഒരു സ്ഥലത്ത് സെറ്റിലായി ജീവിക്കണം. കാരണം ഈ പറയുന്ന അവർക്ക് ഫുഡിൻ്റെ ഷോർട്ടേജ് വന്നു, ഷോർട്ടേജ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കാം. പിന്നെ എന്താണ്? അവർ നമ്പർ ഓഫ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റിൻ്റെ എണ്ണം കൂടി. ആൻഡ് ദെൻ കോംപ്ലക്സ് സോഷ്യൽ ഓർഗനൈസേഷൻ, സങ്കീർണമായ സാമൂഹിക സംഘടനകൾ വന്നപ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ഇവരൊരു സെറ്റിൽഡ് ലൈഫിലോട്ട് കിടക്കുകയാണ്. ആൻഡ് ദെൻ ചേഞ്ച് ഇൻ ടെക്നോളജി, എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ പുതിയ വെപ്പൺസും ടെക്നോളജി വന്നപ്പോൾ ഇവരെന്ത് ചെയ്യണം? മൃഗങ്ങളെ വേട്ടയാടുക മാത്രമല്ലാതെ ആ ടെക്നോളജി വെച്ച് എന്ത് ചെയ്യണം? കൃഷിയിലോട്ടും കൂടെ കടക്കുകയാണ്. ഓക്കെ, ഒരു കാര്യം എഴുതുക, ഒരു ചെടി നട്ടു വെച്ച് നോക്കാം, അതിൽ നിന്ന് റിസൾട്ട് കിട്ടുമോ നോക്കാം. അങ്ങനെ പതിയെ പതിയെ ഇവർ എന്ത് ചെയ്യണം? ഓരോരോ ഇന്നോവേഷൻസ്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നടക്കണം. അങ്ങനെ ഇവർ കൃഷിയിലും എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ പരീക്ഷണങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഏത് സമയത്താണ്? നിയോലിത്തിക് ഏജിലാണ് ഇവർ കൃഷിയിലോട്ട് കടന്നത്. ഓക്കെ, അപ്പോൾ പോപ്പുലേഷൻ കൂടി, ഫുഡിൻ്റെ ഷോർട്ടേജ് വന്നു, അവർ പുതിയ പുതിയ ടെക്നോളജി വന്നു. ആൻഡ് ദെൻ നമ്പർ ഓഫ് സെറ്റിൽമെൻറ്റ്, അല്ലെ? അവർ സെറ്റിലായിട്ട് ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ വന്നതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അഗ്രികൾച്ചറിലോട്ട്, ഒരു സെറ്റിൽഡ് ലൈഫിലോട്ട് ഹ്യൂമൻസ് കിടക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു 4 പോയിന്റ് എന്ത് ചെയ്യുക? ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്, കമ്പയർ വേദിക് ഏജ് ആൻഡ് ലേറ്റ് വേദിക് പീരീഡ്. ഓക്കെ, ലേറ്റ് വേദിക് പീരീഡ്. അപ്പോൾ വേദിക് ഏജിൽ ഏർലി വേദിക് പീരീഡും ലേറ്റ് വേദിക് പീരീഡും തമ്മിലൊരു കമ്പാരിസൺ നടത്താൻ എക്സാമിന് ചോദിക്കാം. ഓക്കെ, ഇതിലൊരു 4 പോയിന്റാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ഫൈൻ. യെസ്. അപ്പോൾ ഒന്നാമത്തെ എന്താ? ഏർലി വേദിക് പീരീഡിൽ സപ്തസിന്ധു റീജിയനിലാണ് വന്നത്. ഇവിടെയാണെങ്കിലോ നമ്മൾ എവിടെയാണ് വന്നത്? ഗാംഗറ്റിക് പ്ലെയിൻസിലാണ് എത്തിയത്. ഇവിടെ എന്താണ് ചെയ്തത്? മൃഗങ്ങളെയൊക്കെ വേട്ടയാടിക്കൊണ്ട് നടക്കുമായിരുന്നു, അല്ലെ? മൃഗങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? ആ പാസ്റ്റർ മേയിച്ചുകൊണ്ട് നടക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? അവർ നാടോടി ജീവിതമായിരുന്നു എന്ന് പറയും. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് എന്താണ്? അവർ അഗ്രികൾച്ചറാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെറ്റിൽഡ് ലൈഫായിരുന്നു, അഗ്രികൾച്ചർ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ദെൻ വുമൻ്റെ സ്റ്റാറ്റസ് ഇവിടെ എന്ത് ചെയ്യുന്നു? കമ്പാരിറ്റീവ്ലി ഹൈ ആണ്. സ്ത്രീകളെ വളരെയധികം ആരാധിച്ചിരുന്നു, അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്തിരുന്നു. പിന്നീടാണ് സ്ത്രീകൾക്ക്, ലേറ്റ് വേദിക് പീരീഡിലാണ് സ്ത്രീകൾക്ക് അത്ര വിലയൊന്നും കൊടുത്തിരുന്നില്ല. പിന്നെ ഇവിടെ എന്ത് ചെയ്യാം? നമ്മൾ കാണുന്നുണ്ട്. അപ്പം 4 പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇഷ്ടമുള്ള ഒരു 4 പോയിന്റ് പഠിച്ചു വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവർ യാഗങ്ങൾ, കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അതുതന്നെ ട്രൈബൽ ഗ്രൂപ്പിൻ്റെ ഹെഡ്, ഫാമിലിയുടെ ഹെഡ് ആയിട്ടുള്ള ആൾക്ക് എന്ത് ചെയ്യും? ഹെഡ് ഓഫ് ദ ഫാമിലി, അവർക്ക് യാഗങ്ങൾ നടത്താൻ പറ്റുമായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് യാഗങ്ങളൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ. ആൻഡ് ദെൻ പ്രകൃതിയിലെ ദൈവങ്ങളെയാണ് എന്ത് ചെയ്തത്? ഇവർ ആരാധിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ എന്താണ് നമ്മൾ കാണുന്നത്? ലേറ്റ് വേദിക് പീരീഡിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്താണ് കാണുന്നത്? ഇവിടെ യാഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന കോംപ്ലക്സ്, കാരണം കാസ്റ്റ് സിസ്റ്റം ഒക്കെ വന്നു. അതിന് ഇന്ന ആൾക്കാർക്ക് മാത്രമേ യാഗങ്ങൾ നടത്താനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഒരു രീതിയിലൊക്കെയാണ് വന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും യാഗം നടത്താൻ പെർമിഷൻ ഇല്ല. യാഗങ്ങളൊക്കെ നടത്തുക എന്നുള്ള കോംപ്ലക്സ് ആയിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള എന്താ ലേറ്റ് വേദിക് പീരീഡും ഏർലി വേദിക് പീരീഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സപ്തസിന്ധു പ്രദേശത്ത് ജീവിക്കുന്നു, ഇടയ വ്യവസ്ഥയായിരുന്നു, നാടോടികളായിരുന്നു, സ്ത്രീകൾക്ക് താരതമ്യേന എന്ത് ചെയ്തില്ല? പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ഇവിടെ ഗംഗാ സമതലത്തിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്, കൃഷിക്ക് പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ടുള്ള ഒരു ജീവിതവാസമാണ് അവർക്കുണ്ടായിരുന്നത്. സ്ത്രീകൾക്ക് എന്ത് ചെയ്യുന്നില്ല? ഇവിടെ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തില്ല. പക്ഷേ യാഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന കാസ്റ്റ് സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്ക്രിമിനേഷൻസ്, വിവേചനങ്ങളൊക്കെ വരുന്നത് എവിടെയാണ്? ഈ ലേറ്റ് വേദിക് പീരീഡിലോട്ട് വരുന്ന സമയത്താണ്. ഏർലി വേദിക് പീരീഡ് എന്ത് ചെയ്തില്ല? എല്ലാം വളരെ സിമ്പിൾ ആയിരുന്നു, അല്ലെ? സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു, യാഗങ്ങളൊക്കെ ഇവരെന്ത് ചെയ്തിരുന്നു? നടത്തിയിരുന്നു. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. 4 പോയിന്റ് പഠിച്ചു വെക്കുക.
യെസ്, അങ്ങനെയെങ്കിൽ ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ വാട്ട് ഡസ് നിയോലിത്തിക് മീൻസ്? നിയോലിത്തിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഓൾഡ് സ്റ്റോൺ ആണോ, മിഡിൽ സ്റ്റോൺ ആണോ, ന്യൂ സ്റ്റോണിലാണോ, അതോ മെറ്റൽ സ്റ്റോൺ ആണോ? എന്താണ് നിയോലിത്തിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ന്യൂ സ്റ്റോണ് അല്ലെ, എന്താണ്? പുതിയ കല്ല്, ന്യൂ സ്റ്റോണ് എന്നാണ് അർത്ഥം നിയോലിത്തിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഈ ചോദ്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെ, ഏതൊക്കെ പോയിന്റ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി താഴെ കമൻറ്റ് ചെയ്യുക ആൻഡ് ദെൻ ലൈക്ക് അടിക്കുക. ഓക്കെ, താങ്ക് യു.